ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. തളപതി വിജയ് നായകനാക്കി വെങ്കട്ടപ്രഭു സംവിധാനം ചെയ്ത ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അങ്ങനെ കൃത്യം 5 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിട്ടിരിക്കുകയാണ്. വൻ ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 300 കോടി രൂപയ്ക്ക് മുകളിലേക്ക് വിജയ് ചിത്രം കൂട്ടെത്തപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇന്ന് സിനിമയുടെ 6ാം ദിവസം പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. ആദ്യ 5 ദിവസങ്ങൾ കൊണ്ടാണ് 300 കോടിയിലേറെ സിനിമയുടെ ഗ്ലോബൽ ബോക്സ് ഓഫീസ് കളക്ഷൻ എത്തിയിരിക്കുന്നത്. അതിൽ 100 കോടിയിലേറെ കളക്ഷൻ വീതം തമിഴ്നാട്ടിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം നേടിയെടുത്തിരിക്കുന്നത്. ഇതിനിടയിൽ ഗോട്ട് എന്ന സിനിമ ലിയോ കഴിഞ്ഞാൽ അതിവേഗത്തിൽ 300 കോടി കളക്ഷനിലേക്ക് എത്തുന്ന വിജയ് ചിത്രമായിട്ട് തമിഴ് ചിത്രമായിട്ട് കൂടി മാറിയിരിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട്. അപ്പോൾ ആകെ മൊത്തത്തിൽ വിജയുടെ ഒരു വമ്പൻ ബോക്സ് ഓഫീസ് പ്രകടനമാണ്. ഗോട്ട് എന്ന സിനിമയുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നിലവിൽ കഴിഞ്ഞ 5 ദിവസങ്ങളിൽ കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. കാത്തിരിക്കൂ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിന്റെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്. ഓണം റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന മലയാളം സിനിമകളിലെ ഞെട്ടിക്കുമെന്ന പ്രതീക്ഷയോടെ ഇപ്പോഴും ഒരുപാട് പ്രേക്ഷകർ ഉറ്റുനോക്കുന്ന സിനിമയാണല്ലോ ARM. ടൊവിനോയെ നായകനാക്കി ജിതൻ ലാൽ സംവിധാനം ചെയ്ത ലിസ്റ്റിൻ സ്റ്റീഫന്റെ മാജിക് ഫ്രെയിംസ് കൂടി നിർമ്മാണ പങ്കാളിയിൽ ഭാഗമായ അജയന്റെ 2ാം മോഷണം മറ്റന്നാൾ സെപ്റ്റംബർ 12-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്നു. റിലീസിന് ഇനി 2 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന സിനിമയുടെ ഓൺലൈൻ ടിക്കറ്റ് വിൽപ്പന കേരളത്തിൽ ഇന്ന് ആരംഭിക്കപ്പെട്ടിരിക്കുകയാണ്. നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ തണുപ്പൻ പ്രതികരണം തന്നെയാണ് ARM എന്ന സിനിമയുടെ ഓൺലൈൻ ടിക്കറ്റ് വിൽപ്പനയ്ക്ക് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. കാര്യമായ വലിയ ബുക്കിംഗിലേക്ക് ഇനിയും ARM എന്ന സിനിമയ്ക്ക് എത്തപ്പെടാനായിട്ട് കഴിഞ്ഞിട്ടില്ല. 2D 3D മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിലെല്ലാം തന്നെ സിനിമയുടെ കേരള ബുക്കിംഗ് നിലവിൽ ലഭ്യമാണ് എന്നാണ് ബുക്ക് മൈ ഷോ ഡാറ്റയിൽ നിന്ന് വ്യക്തമാകുന്നത്. അതേസമയം 24 മണിക്കൂർ ടിക്കറ്റ് വിൽപ്പന പോലും ഇനിയും ബുക്ക് മൈ ഷോയിൽ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സിനിമയുടെ പ്രൊമോ കണ്ടന്റുകൾക്ക് മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായെങ്കിലും അതിനൊത്ത ഹൈപ്പിലേക്കൊന്നും തന്നെ ടൊവിനോ സിനിമയ്ക്ക് ബിഗ് ബഡ്ജറ്റ് സിനിമയായിട്ട് പോലും ഉയരാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പാൻ ഇന്ത്യൻ പ്രൊമോഷനായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമ കൂടിയാണ് ടൊവിനോയുടെ ARM. ഇന്ന് സിനിമയുടെ മുംബൈ പ്രൊമോഷൻ അടക്കം നടക്കുകയാണ്. ഇനി നാം ഉറ്റുനോക്കുന്നത് വലിയ ഹൈപ്പില്ലാത്ത തിയേറ്ററുകളിലേക്ക് എത്തി ഞെട്ടിക്കുന്ന മലയാളം സിനിമകളുടെ കൂട്ടത്തിലേക്ക് ARM എത്തുമോ ഇല്ലയോ എന്ന് അറിയാനായിട്ടാണ്. മറ്റന്നാൾ സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ അറിയാനായിട്ട് കാത്തിരിക്കാം. അതിനു മുന്നുള്ള സിനിമയുടെ പ്രീ സെയിൽ അപ്ഡേറ്റുകൾ അടുത്ത മണിക്കൂറുകളിൽ അതല്ലെങ്കിൽ നാളെയോടെ വരുന്നുണ്ടെങ്കിൽ അതറിയാനായിട്ടും പ്രേക്ഷകർ കാത്തിരിക്കൂ. ARMന്റെ പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ എന്ത് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തൂ.